പുറത്തെന്തൊരു ചൂടാണല്ലേ. നമ്മൾ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരു പ്രശ്നമാണ്, ഭയങ്കര ചൂടാണ്. മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ചൂട് കൂടിയിട്ടുണ്ട്, വിയർക്കുന്നുണ്ട്, പ്രയാസമാകുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഈ ഒരു സമയത്ത് ചൂടുകാലത്ത് നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഹെൽത്താണ്. അതിൽ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് വളരെയധികം ഓർഗനൈസ് ചെയ്യേണ്ടുന്നൊരു സമയമാണ് ചൂടുകാലം എന്ന് പറയുന്നത്. മറ്റുള്ള സമയത്തിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. കാരണം പുറത്ത് ചൂടാണ്, അതിൻ്റേതായ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ഹൈഡ്രേറ്റിംഗ് ഫുഡ് കൂടുതലായിട്ട് കൊടുക്കേണ്ടുന്നൊരു സമയമാണിത്. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുന്ന, കൂൾ ചെയ്യുന്ന ഭക്ഷണം കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാട്ടർമെലൺ അല്ലേ. വാട്ടർമെലൺ നല്ല ഒരു ഹൈഡ്രേറ്റിംഗ് ഫുഡാണ്. അതുപോലെ തന്നെ കുക്കുംബർ, സിട്രസ് ഫ്രൂട്ടുകൾ, അതായത് ലെമൺ, ഓറഞ്ച് പോലെയുള്ളതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രൂപം ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ചൂട് കാലത്ത് നമ്മുടെ ബോഡിക്ക് വളരെയധികം ഗുണപ്രദമാകും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ പൊതുവേ നമ്മൾ ചെയ്യുക, ചൂടാവുമ്പം എന്തെങ്കിലും പോയി പെട്ടെന്ന് തന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങി കുടിക്കുക, അല്ലെ 7-Up പെപ്സിയോ ഒക്കെ പെട്ടെന്ന് പോയി കുടിക്കുക എന്നുള്ളത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഷുഗറി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഏറ്റവും ഒഴിവാക്കേണ്ടുന്ന, അല്ലെങ്കിൽ തന്നെ പരമാവധി ഒഴിവാക്കേണ്ടുന്ന കാര്യമാണത്. അത് ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ചും അത് പരമാവധി ഒഴിവാക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ടുന്നൊരു സമയമാണിത്. അതിന് പകരം കുറച്ചുകൂടി ഒരു നാച്ചുറൽ കൂളിംഗ് ഡ്രിങ്ക്സ് നമ്മൾ കഴിക്കാം. പ്രത്യേകിച്ചും ഇളനീർ വെള്ളം, അങ്ങനെയുള്ള തേങ്ങാവെള്ളം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെയാണ് ബട്ടർ മിൽക്ക്, അതുപോലെ തന്നെ മോരുവെള്ളം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും അവൈലബിൾ ആണ് ഈ ഒരു സമയത്ത്. നമ്മളത് നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുമ്പോൾ അത് കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ഒക്കെ കുറച്ചും കൂടി ഒരു റീഫ്രഷിംഗ് ആണ്, കുറച്ചുകൂടി നാച്ചുറൽ കൂളിംഗ് ഡ്രിങ്ക്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനെ എയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ള വെള്ളമാണ് ഈ ലെമൺ ജ്യൂസൊക്കെ. അതും നമ്മൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ പുറത്ത് ചൂടാണ്, അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്കകത്തും ആ നിലക്കുള്ള പ്രോസസ്സുകൾ നടക്കാൻ എളുപ്പമാക്കുന്ന തരത്തിലുള്ള ഫുഡാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത്. കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഈസി ടു ഡൈജസ്റ്റ് ഫുഡാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. കേർഡ് റൈസ്, അതുപോലെ തന്നെ വെജിറ്റബിൾ മീൽസ്, വെജിറ്റബിൾ ഡിഷസ്, ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാം. മീറ്റ് ഒരു പരിധിവരെയൊക്കെ കുറക്കുന്നതാണ് ചൂട് കാലത്ത് നല്ലത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ കൂളിംഗ് വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ഈ ചൂട് കാലത്ത് നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടുന്ന ഫുഡ്, ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായിട്ടും ഡീപ്പ് ഫ്രൈഡ് ഫുഡ്സും അതേപോലെ തന്നെ സ്പൈസി ഫുഡും, ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഈ സമയത്ത് ചൂട് കാലത്ത് പരമാവധി നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ ഒഴിവാക്കേണ്ടതാണ് അമിതമായിട്ടുള്ള ടീ ആൻഡ് കോഫി, കൂടുതൽ ചായയും അതുപോലെ തന്നെ കോഫിയും ഒക്കെ കുടിക്കുന്നത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷന് കാരണമാകും. അത് ഒഴിവാക്കേണ്ടതുണ്ട്. പ്രത്യേകം പറയേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷുഗറി സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു സമയത്ത് ചൂടുകാലത്ത് ഒഴിവാക്കേണ്ടതാണ്. ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ, ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങൾ, ഡീഹൈഡ്രേഷൻ എയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതേപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഈസി ടു ഡൈജസ്റ്റ് ഫുഡ് പരമാവധി ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും പുറത്തു പോയി ഭയങ്കര ചൂടത്തൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കളിക്കുകയൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ വന്ന് പിന്നെ തണുത്ത വെള്ളമൊക്കെ കുടിക്കുക എന്നുള്ളത് പല തരത്തിൽ നമ്മുടെ ബോഡിക്ക് ഹാം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരമാവധി ഡീഹൈഡ്രേഷൻ ഒഴിവാക്കി നല്ല രൂപത്തിൽ നല്ല ഹെൽത്തി ഫുഡ് കഴിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വളരെ ബെസ്റ്റ്. താങ്ക് യു.